ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പാൻറ് കണ്ടോ, ഈ ഒരു പാൻറ് നമുക്ക് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. അതായത് ഈ ഒരു പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് തയ്ച്ചത് ഫിനിഷിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വന്നതാണിത്. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ. അതായത് ഇവിടെയൊക്കെ ഓവർലോക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയൊക്കെ വരും. എന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഇലാസ്റ്റിക് തയ്ച്ചിരിക്കുന്ന ഭാഗം, അതായത് സൈഡ് ഭാഗം മടക്കിപ്പോലും തയ്ക്കാതെ ഇവിടെ കണ്ടോ നൂലൊക്കെ ഇളകി വരുന്ന രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. കണ്ടോ, സൈഡ് വശം ഒന്നും മടക്കി തയ്ച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ഇലാസ്റ്റിക് തയ്ച്ചതും ഫിനിഷിംഗ് ഇല്ല. അത് നമുക്ക് നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ ഒന്ന് അഴിച്ച് മാറ്റി നിങ്ങൾക്കിത് നല്ല വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ നമ്മൾ അഴിച്ച് മാറ്റി ഇവിടെ നിന്ന്. ഇനി നമുക്ക് ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ നല്ലവണ്ണം ആ ഒരു ചുളുക്കൊക്കെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് വശമില്ലേ, സൈഡ് വശം നമ്മൾ ആദ്യം ഒന്ന് ഒരു 1/4 ഇഞ്ച് വെച്ച് ഒന്ന് മടക്കി തയ്ക്കുക. കണ്ടോ, സാധാരണ നമുക്കൊരു 1/2 ഇഞ്ചൊക്കെ നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട്. എന്നാൽ നമ്മളിവിടെ കൂടുതൽ തയ്ക്കുന്നില്ല, കാരണം ഇതിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ ഒരു 1/4 ഇഞ്ച് മാത്രമാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത്. ആദ്യം ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഇലാസ്റ്റിക് എടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക്കിനെ നമ്മൾ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി നമുക്ക് ഈ റൗണ്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്ക് നല്ലവണ്ണം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ നമുക്ക് ഈ ഒരു തുണിയിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു മടക്കി തയ്ച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ വെക്കും. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ഇലാസ്റ്റിക്കിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതിനെ കവർ ചെയ്യുന്ന രീതി, അതായത് നമുക്ക് ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു പോയിന്റ് കൂടുതൽ തുണി വരുന്ന രീതിയിൽ കവർ ചെയ്ത് ഇതുപോലെ വെച്ച് നമുക്കിതിനെ തയ്ച്ചെടുക്കണം. കണ്ടോ, ഇലാസ്റ്റിക്കിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരു പോയിന്റെങ്കിലും ഇലാസ്റ്റിക്കിനേക്കാൾ കവർ ചെയ്യുന്ന രീതിയിൽ, കണ്ടോ, താഴെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഈ ഒരിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല. ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്താൽ നമ്മൾ ഇതുപോലെ വലിച്ചെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തുണിയേക്കാൾ കുറവായിരിക്കും നമുക്ക് ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് ഇലാസ്റ്റിക്കിനെ ഇതുപോലെ വലിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വലിച്ച് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിതുപോലെ ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ വലിച്ചെടുത്ത് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇലാസ്റ്റിക്കിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. കണ്ടോ, നമ്മളിവിടെ കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചുരുക്കൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വലിച്ചു കൊടുത്താൽ, രണ്ട് ഭാഗവും പിടിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് ചുളിവ് വന്നു കിട്ടും. കേട്ടോ, ഈ ഒരു ചുരുക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ വന്നു കിട്ടും. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു മുകൾ ഭാഗമൊക്കെ ഉണ്ടോ, അതൊന്ന് ഫിനിഷിങ് ഇല്ലാണ്ടാണ് ഉണ്ടാകുക. ഇനി നമുക്കതിന് നല്ല വൃത്തിയോടുകൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വെച്ച് നമ്മളൊന്ന് ഇലാസ്റ്റിക്കിനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇടത് കൈയുടെ ഈ ഒരു തള്ളവിരൽ കൊണ്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. കണ്ടോ, അതായത് ഇതുപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്കിവിടെ നിന്ന് ഈ കണ്ടോ ഇടത്തെ കൈയുടെ തള്ളവിരൽ കൊണ്ട് നമ്മളൊന്ന് വലിച്ച് താഴ്ത്തി കൊടുത്താൽ മതി. ഇതുപോലെ താഴ്ത്തി കൊടുക്കുമ്പോഴുള്ള ഗുണം, നമ്മൾ ഈ ഒരു സൈഡ് വശം കണ്ടോ, ഈ ഒരു എൻഡ് വശം, ആ ഒരു എൻഡ് വശവും ഇലാസ്റ്റിക്കും തുണിയും തമ്മിൽ നല്ല രീതിയിൽ കറക്റ്റ് ടച്ചിങ് വരും. അതായത് ആ ഒരു എൻഡ് വശത്ത് ലൂസില്ലാതെ നല്ലവണ്ണം രണ്ട് തുണികളും ഇലാസ്റ്റിക്കും കറക്റ്റ് ടച്ച് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ആ ഒരു എൻഡ് വശം കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വലിച്ച് താഴ്ത്തി കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക, സൂചിയൊന്നും പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നമ്മൾ ഒരു റൗണ്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ നമുക്കിവിടെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി ഇതിൻ്റെ എൻഡ് വശം നമുക്കിവിടെ നല്ല ടൈറ്റോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, ഇനി നമുക്ക് ഇതുപോലെ റൗണ്ടിൽ വലിച്ചു പിടിച്ച് ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഈ ഒരു രീതിയിൽ കിട്ടിയ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക്കാണ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.